വളരെ പുരാതന കാലം മുതൽ മാനവ ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതായ ഒരു വിഷയമാണ് ആത്മീക കാര്യങ്ങളിൽ സഹോദരിമാർക്ക് അഥവാ സ്ത്രീകൾക്കുള്ളതായ പങ്കിനെ പറ്റി. നമ്മുടെ ഈ കാലഘട്ടവും വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന കാലഘട്ടമാണ് എങ്കിൽ തന്നെയും ഈ ഒരു പ്രത്യേക വിഷയത്തിൽ ചില വാദപ്രതിവാദങ്ങൾ സംഭവിക്കുന്നതായിട്ട് നാം കാണുവാൻ ഇടയാകുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പാസ്റ്ററായിട്ട് ഓർഡിനേഷൻ ലഭിച്ച വനിത ആൻഡ്രിയോക്ക് ബ്രൗൺ ബ്ലാക്ക്വെൽ എന്ന് പറയുന്നതായ സഹോദരിക്കാണ്. 1853 ഇവർക്ക് ഈ ഓർഡിനേഷൻ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. 1944 ഫ്ലോറൻസ് ലീ ടിം ഓയ് ആദ്യത്തെ പുരോഹിതയായിട്ട് ആംഗ്ലിക്കൻ ചർച്ച് അവരെ നിയമിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇങ്ങനെ വളരെ കാലഘട്ടങ്ങൾ മുതൽ ചർച്ച ചെയ്യപ്പെടുന്നതായ ഈ വിഷയത്തെ പറ്റി പഴയ പുതിയ നിയമ പുസ്തകങ്ങളുടെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതായത് സ്ത്രീകളുടെ ശുശ്രൂഷ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് പഴയ നിയമ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും രണ്ടാമതായിട്ട് പുതിയ നിയമ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ പഴയ നിയമ പുസ്തകത്തിൽ, അതായത് സ്ത്രീകളുടെ ശുശ്രൂഷ പഴയ നിയമത്തിൽ ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇവരുടെ ശുശ്രൂഷ, ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇവരുടെ ശുശ്രൂഷ, അടുത്തതായിട്ട് സ്ത്രീകളുടെ ശുശ്രൂഷ പുതിയ നിയമത്തിലെ പ്രകാരമാണ്, യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലെ പ്രകാരമാണ്, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്, ഇത് സഭയുടെ കാലഘട്ടത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പഴയ നിയമത്തിൽ നാം പൊതുവെ ചിന്തിക്കുമ്പോൾ പഴയ നിയമം അഥവാ ന്യായപ്രമാണ പുസ്തകങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് സ്ത്രീകളുടെ ശുശ്രൂഷ എപ്രകാരമായിരുന്നു എന്ന് നാം ചിന്തിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് ദൈവവചനത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുന്നത് ഹവ്വ, സാറ, റേച്ചൽ, ലേയ, റിബേക്ക, മിസ്രൈമിലെ സ്തുതികർമ്മിണികൾ, മോശയുടെ മാതാവ്, ഇങ്ങനെ പല വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവർ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസമായും അവരുടെ ആചാര രീതികളുമായി ചേർന്ന് വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുന്നതിന് കാരണമായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹവ്വായെ പറ്റി പറയുമ്പോൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. സൃഷ്ടിപ്പിൻ്റെയും വീഴ്ചയുടെയും കേന്ദ്ര ബിന്ദുവായി ഇവരെ നമുക്ക് ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണുവാനായിട്ട് കഴിയും. സാറയും റിബേക്കയും റേച്ചലും ലേയ എന്നിവർ ഇസ്രയേൽ ഗോത്രത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും കാരണമായി തീർന്നവരാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവരിൽ പലരും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും സാമൂഹിക നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവിക ഉദ്ദേശം നിറവേറ്റുകയും വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി വിശ്വാസത്താൽ വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിച്ചവരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷം നാം കാണുന്നത് ദൈവം വളരെയധികം ശക്തമായി ചില സഹോദരിമാരെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്
മിറിയം, ദെബോര, ഹുൽദ എന്ന് പറയുന്നതായ പ്രവാചകി, രാഹാബ്, എസ്തർ, ഹന്ന, രൂത്ത് എന്ന് മുതലായ ഇങ്ങനെ പ്രധാനപ്പെട്ടതായ ചില വ്യക്തിജീവിതങ്ങളെ ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവരിൽ പലരും പ്രവാചകിമാരും ഇസ്രയേലിൻ്റെ നേതൃത്വത്തെ നിരയിൽ നിന്നുകൊണ്ട് ഇസ്രയേൽ ജനത്തെ നയിച്ചവരും, ചിലർ ചില പ്രത്യേക വിഷയങ്ങളിൽ അവരുടെ ഇടപെടലുകളിലൂടെ ദൈവിക വിടുതൽ ഇസ്രയേൽ ജനത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. രാഹാബ്, എസ്തർ, രൂത്ത് എന്നിവർ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ അതിപ്രധാനമായ സ്ഥാനം വഹിച്ചവരാണ്, അല്ലെങ്കിൽ വഹിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇനി അടുത്തതായിട്ട് നാം ചിന്തിക്കുവാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദൈവം സഹോദരിമാരെ ഉപയോഗിച്ചത് എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് സ്ത്രീകൾ പഴയ നിയമകാലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലകളിൽ ശക്തമായി ദൈവം അവരെ ഉപയോഗിച്ചു. നമുക്ക് കാണുന്നത്, പുതിയ നിയമത്തിൽ കാണുന്ന ചില വ്യക്തിജീവിതങ്ങളുണ്ട്. യേശുവിൻ്റെ കാലഘട്ടങ്ങളിൽ മേരി മഗ്ദലീൻ, സൂസന്ന, യോഹന്ന, മാർത്ത, മറിയ എന്നിങ്ങനെയുള്ളതായ പ്രധാനപ്പെട്ടതായ ചില വ്യക്തിത്വങ്ങളെ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയും. ഇവർ പ്രധാനമായും 3 വ്യത്യസ്ത രീതികളിൽ ദൈവം ഇവരെ ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇവരിൽ പലരും സാമ്പത്തികമായി യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ സഹായിച്ച വ്യക്തിജീവിതങ്ങളാണ്. തങ്ങളുടെ സ്വന്തം വരുമാനത്തിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെയും അവൻ്റെ ശിഷ്യന്മാരുടെയും ശുശ്രൂഷകളെ സഹായിച്ച വ്യക്തിജീവിതങ്ങളായിരുന്നു മുകളിൽ പറഞ്ഞതായ സ്ത്രീഗണങ്ങളിൽ പലരും. നമുക്കറിയാം, ആ കാലത്ത് സഞ്ചാര സുവിശേഷകർക്ക് അവർക്ക് സ്ഥിര വരുമാനമോ ഒന്നും ഉണ്ടായിരുന്നതായ കാലഘട്ടങ്ങളായിരുന്നില്ല. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഇവർ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഭാഗവാക്കായി തീരുവാനിടയായി തീർന്നു. അടുത്തതായിട്ട് ക്രൂശു മരണത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് സ്ത്രീകൾ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം, അതായത് പുരുഷ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ ക്രൂശ് എടുത്തുകൊണ്ട് ഗോൽഗോൽത്തായിലേക്ക് നടന്നു പോകുന്ന വഴികളിലും അവരുടെ വിചാരണ വേളയിലും അവൻ്റെ ക്രൂശീകരണ സമയത്തും എല്ലാം ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ആ സംഭവത്തോടനുബന്ധിച്ച് സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് ദൈവം ഇവരെ ഉപയോഗിച്ച ഒരു വ്യത്യസ്ത മേഖല എന്ന് പറയുന്നത്, കേവലം ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല അവർ ചെയ്തത്. ക്രിസ്തീയ ജീവിതത്തിലെ പരമപ്രധാനമായ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് എന്ന് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ പരമപ്രധാനമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശയായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പറ്റി ആദ്യം സാക്ഷ്യം പറയുന്നത് സ്ത്രീകളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ദൂതൻ ആദ്യം പ്രഖ്യാപിക്കുന്നത് സഹോദരിമാരോടാണ്. അവരാണ് പിന്നീട് ചെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. നോക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ആദ്യത്തെ സാക്ഷികൾ എന്ന് പറയുന്നത് സ്ത്രീഗണങ്ങളാണ് എന്ന് നാം തിരിച്ചറിയുക. അടുത്തതായിട്ട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദൈവം സ്ത്രീകളെ ഉപയോഗിച്ചത്? അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തെപ്പറ്റി നാം പഠിക്കുമ്പോൾ ദൈവം വ്യത്യസ്തമായ നിലകളിൽ ഉപയോഗിച്ച ഭക്തയായ
ധാരാളം സ്ത്രീകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫേബ എന്ന സഹോദരിയെ പറ്റിയാണ്. ഇവരെ ഒരു സഹശുശ്രൂഷകയായിട്ടാണ് അവിടെ റോമാലേഖനക്കാരൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയണമോ, ഇവർ പലപ്പോഴും വിശേഷാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്ക് സഹായിയായി തീർന്നതായ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ വേറൊരാളാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നത് പ്രിസ്കില്ല. പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ ഇവരെയും ഇവരുടെ ഭർത്താവിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവരുടെ ഭവനത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിലെല്ലാം ഉപരി പ്രഭാഷകനായിരിക്കുന്ന അപ്പൊല്ലോസിനെ കൈക്കൊണ്ട് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്തത് ഈ ദമ്പതികളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വേറൊരു സഹോദരി എന്ന് പറയുന്നത് യൂനിയ എന്ന് പറയുന്നതായ സഹോദരി റോമാലേഖനം 16-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവളായിട്ടാണ് ഇവരെ പൗലോസ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് ഫിലിപ്പിയിൽ നിന്നുള്ളതായ ലിദിയ. ഇവർ സമ്പന്നയായ ഒരു ബിസിനസ്സുകാരിയായിരുന്നു. ദൈവവചനം പിൽക്കാലത്ത് ഫിലിപ്പിയിൽ വ്യാപിക്കുന്നതിന് ഒരു കാരണക്കാരിയായി മാറിയ സഹോദരിയാണ് എന്ന് പിന്നീട് ചരിത്രരേഖകൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പഴയ പുതിയ നിയമങ്ങൾ നാം പഠിക്കുമ്പോൾ ന്യായപ്രമാണ കാലത്തിന് മുമ്പ് തുടങ്ങി സ്ത്രീകളെ വളരെ വ്യത്യസ്തമായ നിലകളിൽ വിവിധ രീതികളിൽ വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമങ്ങളിലൂടെ പുതിയ നിയമസഭയുടെ വളർച്ചയ്ക്കും വികാസത്തിനും സ്ത്രീകളുടെ ശുശ്രൂഷ വളരെ അത്യന്താപേക്ഷിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ സമയത്ത് അവനെ വിട്ട് ഓടി മാറുന്നതായ ശിഷ്യഗണന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ സ്ത്രീകൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായി അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതായ നിന്ദയെയോ പരിഹാസങ്ങളെയോ ഓർക്കാതെ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൻ്റെ ചുവട്ടിൽ നമുക്ക് സഹോദരിമാരെ കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലുതും ശക്തവുമായ പ്രത്യാശയുടെ സന്ദേശം ആദ്യം ലോകത്തോട് അറിയിക്കുന്നതും ആദ്യം ശിഷ്യന്മാരോട് അറിയിക്കുന്നതും സ്ത്രീകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവവചനപ്രകാരം നാം എന്തിനേയും വിലയിരുത്തുക. ദൈവവചനം എന്ത് പറയുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. സഹോദരിമാരെ, നിങ്ങൾക്ക് ദൈവകൃപയിൽ, നിങ്ങൾക്ക് ദൈവിക ശുശ്രൂഷയിൽ വലിയവനായിരിക്കുന്ന ദൈവം നൽകുന്നതായ പാട്ട് വളരെ നല്ലതും വളരെ ശക്തമായി ഉപയോഗിച്ച് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് അത് കാരണമായി തീരട്ടെ. അതിനായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.